Hi all, welcome to another analysis video. ഫസ്റ്റ് നമുക്ക് എന്നത്തെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി വൺസ് അഗൈൻ നല്ലൊരു പാറ്റേൺ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡർ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇത് നെക്ക് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആസ് ഓഫ് നൗ അത് നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം മുമ്പ് നല്ലപോലെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു റേഞ്ച് ആയിട്ട് വേണം നമുക്കിത് കൺസിഡർ ചെയ്യാനായിട്ട്. അതായത് 44,605 to 630 നമുക്കത് കൺസിഡർ ചെയ്യാം. ആസ് ഓഫ് നൗ ഇറ്റ് വിൽ ആക്ട് ആസ് എ റെസിസ്റ്റൻസ്. വലിയ ടൈം ഫ്രെയിം എന്നുള്ള വ്യൂ ഇതാണ്. ഇനി നമുക്ക് ഇൻട്രാഡേയിലെ കാര്യങ്ങൾ നോക്കാം. ഇൻട്രാഡേയിലേക്ക് വരുമ്പം ലെവൽസ് ഞാൻ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പിൻ്റെ സിനാരിയോയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്യാപ്പ് അപ്പാണ് നാളേക്ക് നമുക്ക് വരുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം 44,680 നിന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. ടാർഗറ്റ്സ് എന്ന് പറയാവുന്നത് 44,810, അതുപോലെ 44,890, 44,960. 890 മാർക്ക് ചെയ്തില്ല, കൺസിഡർ ചെയ്യാതെ. പിന്നെ അഗെയിൻ മറ്റൊരു സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. 44,610 ഒരു സപ്പോർട്ട് കിട്ടുകയാണ്. ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞുള്ള സിനാരിയാണ് പറയുന്നത്. ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം 44,610 ഒരു സപ്പോർട്ട് എടുക്കുക. 610 or 590 ഒക്കെ കൺസിഡർ ചെയ്യാം. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ സിനാരിയോയിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യത്തുള്ളൂ. ബാക്കി ആഡപ്പ് ചെയ്യുന്നത് 680 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് ഒരു 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു 4-5 എണ്ണം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഫർദർ ആഡപ്പ് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ. ഇനി അഗെയിൻ മറ്റൊരു സിനാരിയോ ഉള്ളത് 550, 44,550 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഗ്യാപ്പ് അപ്പ് വരികയാണ്, സപ്പോർട്ട് എടുക്കുകയാണ്. ഗ്യാപ്പ് അപ്പോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ എന്തും കൺസിഡർ ചെയ്യാം. ഫ്ലാറ്റ് ഓപ്പൺ തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഉണ്ട്, പക്ഷേ കുറഞ്ഞ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നല്ലൊരു ബൈ ഓൺ ഡിപ്പ് കൺസെപ്റ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ലോങ് എൻട്രിക്ക് വേണ്ടിയുള്ള 3 സിനാരിയോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഫ്ലാറ്റ് ഓപ്പൺ തന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രേക്ക് വെക്കുകയാണ്. 550 മുകളിൽ ബ്രേക്ക് വെച്ചിട്ട് റീടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ഉണ്ട്, പക്ഷേ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. ഫർദർ ആഡപ്പ് നടക്കുന്നത് ഈ ലെവലുകൾ മീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. ഓക്കെ. ഇനി ഫ്ലാറ്റ് ഓപ്പൺ തന്നിട്ട് ബോട്ടം ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 44,400 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓയി നാളേക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 44,400 എന്ന് പറയുമ്പം ഇതിന് മുമ്പ് നമുക്കിവിടെ CPR ലെവൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഒരു പ്രൈസ് ആക്ഷൻ ക്ലബ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 44,400 എടുത്ത്. മാത്രമല്ല ഇതൊരു സൈക്കോളജിക്കൽ ലെവലും കൂടിയാണ്. അപ്പോൾ 44,400 ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് എൻട്രി ഉണ്ട്. നിങ്ങൾക്ക് ടാർഗറ്റായി കാണാവുന്നത് 320, 220, 140. ദീസ് ആർ ദ ടാർഗറ്റ്സ് ഫോർ ഡൗൺ സൈഡ്. ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം 44,400 നിന്ന് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് ഗ്യാപ്പ് ഡൗൺ തന്നു, റീടെസ്റ്റ് എടുത്തു, ഇവിടെ നിന്ന് വീണ്ടും 44,400 നിന്ന് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഗൈൻ ഇവിടെ ഷോർട്ട് എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ 44,320 നിയർ ബൈ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സപ്പോർട്ടിൽ എൻട്രി ഇല്ല. ഓക്കെ. ഇനി വലിയൊരു ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് 44,140, 150 നിയർ ബൈ വരുവാണ്, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വരുവാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണിത്. ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ പൊടുന്നതിന് എൻട്രി എടുക്കരുത്. താഴെ വന്ന് റീടെസ്റ്റ് എടുത്തിട്ട് സെല്ലേഴ്സ് ഇവിടെ പ്രസൻ്റ് ആണില്ല, അവർക്ക് ഇവിടെ സ്ട്രെങ്ത് കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ മാത്രം ഷോർട്ട് ആവും. അതർവൈസ് ഇവിടെ വന്നിട്ട് ഒരു വിക്ക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. അന്നേരം നിങ്ങൾ 3 മിനിറ്റ് 5 മിനിറ്റ് എന്നുള്ളത് മാറ്റി ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി ഈ വ്യൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നാളത്തേക്കുള്ള ഒരു എൻ്റെ വ്യൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റി അഗെയിൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. അപ്പം ഇൻഡിസിഷൻ ക്യാൻഡിൽ മാത്രമല്ല, ഇപ്പോൾ ഈ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ അത് കണക്കിനുള്ള റെസിസ്റ്റൻസിന് ഇവിടെ നമുക്ക് എന്തുണ്ട്, വിസിബിളായിട്ട് കാണുന്നുണ്ട്. 19,380 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ആസ് ഓഫ് നൗ. അപ്പം അതുപോലെ തന്നെ ബോട്ടം ലെവലിലാണെന്നുണ്ടെങ്കിൽ 250 to 240 നല്ല സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ഒരു സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. 19,000 അല്ലെങ്കിൽ 19,180, 19,000 സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രമാണ്. അല്ലാണ്ട് ടെക്നിക്കലി നമുക്ക് സപ്പോർട്ടൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഒരു സപ്പോർട്ട് വരാനുള്ളത് 18,880 മാത്രം. അപ്പം ഇൻട്രാഡേയിലേക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അഗൈൻ ഓൾറെഡി ഞാനിവിടെ ലെവൽസിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 19,350 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാവും. ശേഷം 380ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്യാൻഡിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ മീൻസ് താഴേക്ക് റിജക്ഷനൊക്കെ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നതിന് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഫർദർ ആഡപ്പ് ചെയ്യാം. ഒരു കാരണവശാലും ഇവിടെ ആ ബ്രേക്ക് വെച്ചു എന്ന് കരുതിയിട്ട് ആഡപ്പ് ചെയ്തത് ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ഇത് പൊടുന്നനെ തിരിഞ്ഞ് ഇറങ്ങി വന്നാൽ പോലും ചെറിയ ലോസേ വരത്തുള്ളൂ. ഫർദർ ആഡപ്പ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റ് പ്രൂവ് ചെയ്യണം. എപ്പോഴും ഏതൊരു സിറ്റുവേഷനും നമ്മൾ എൻട്രി എടുത്തിട്ട് ഫർദർ ആഡപ്പ് ചെയ്യുക എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് മാർക്കറ്റ് പ്രൂവ് ചെയ്യണം. മാർക്കറ്റ് സ്വയം പ്രൂവ് ചെയ്യണം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് ഫർദർ ആഡപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ മെഗൈൻ പറയുന്നു 19,350 ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഫർദർ ആഡപ്പ് നടക്കുന്നത് 380ക്ക് ശേഷമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 380ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്യാപ്പ് അപ്പ് തന്നെ 380ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഗൈൻ ലോങ് എൻട്രി ഉണ്ട്. ഇപ്പം 350 എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ്സ് എന്ന് പറയാവുന്നത് നമുക്ക് 380 വെക്കാം, ചെറിയ ടാർഗറ്റ്. അതിനുശേഷം അൾട്ടിമേറ്റ് ടാർഗറ്റ് 470 വരെ വെക്കാം. ഓക്കെ, 420, 470 വരെ വെക്കാം. പക്ഷേ ഇവിടെ ഫർദർ ആഡപ്പ് നടക്കുന്നത് 380ക്ക് ശേഷം മാത്രമായിരിക്കും. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ സിനാരിയോ പറയുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ തന്നിട്ട് 320 ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തില്ല. 19,320 അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ലാത്തതിനെ കൊണ്ടാണ് മാർക്ക് ചെയ്തത്. 320 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. 350 ഫസ്റ്റ് ടാർഗറ്റ്, 380 സെക്കൻഡ് ടാർഗറ്റ്, 420 400 420 തേർഡും ഫോർത്തും ടാർഗറ്റ്സ്. ഓക്കെ, ഇനി ഫ്ലാറ്റ് ഓപ്പൺ തന്നിട്ട് 290 19,290 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോർട്ട് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ടാർഗറ്റ്സ് ആയിരിക്കും. 290 ബ്രേക്ക് ചെയ്യുന്നതിന് 250 വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സിറ്റീസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രം ഹോൾഡ് ചെയ്യുക. കാര്യം നല്ല സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് എന്തുകൊണ്ട് ബൗൺസ് ബാക്ക് ചെയ്യാം. ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ വലിയൊരു ഫാൾ ബാക്ക് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റീസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേനും ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, ഇനി അഗൈൻ ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ സിനാരിയോ ആണ്. ഗ്യാപ്പ് ഡൗൺ തന്നു. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ വരുമ്പോൾ പൊടുന്നതിന് ചാടി കയറി എടുക്കരുത്. ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പൊടുന്നതിന് ചാടി കയറിയിട്ട് ഫസ്റ്റ് ക്യാനിൽ തന്നെ എൻട്രി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലായ്പ്പോഴും അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിനാരിയോ ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ കിട്ടുവാണ് എന്നിട്ട് ഒരു റീടെസ്റ്റ് തന്ന് അഗൈൻ 290 വന്ന് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. ഓക്കെ, 290 or 300. അതുപോലെ തന്നെ 260 250 ഗ്യാപ്പ് ഡൗണിൻ്റെ സിനാരിയോ ആണ് പറയുന്നത്. 260 250 ഇൻ ബിറ്റ്വീൻ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. പക്ഷേ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിലാണ്. നിഫ്റ്റിക്കകത്ത് നമ്മൾ 30 to 40 പോയിൻറ്റ്സിൻ്റെ മാക്സിമം സ്റ്റോപ്പ് ലോസ് അണ്ടർലൈൻ അസറ്റ് കോട്ടയത്താണ് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്കകത്ത് 80 to 60 പോയിൻറ്റ്സിൻ്റെ മാക്സിമം സ്റ്റോപ്പ് ലോസ് ഉണ്ട് അണ്ടർലൈൻ അസറ്റിനകത്ത്. ഇനി വരുന്നത് ഫിൻനിഫ്റ്റിക്കകത്താണ്. ഫിൻനിഫ്റ്റി ബാങ്ക് നിഫ്റ്റിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നീട് അഗൈൻ ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്തുമ്പം എന്താണ്, ഇതിപ്പം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളേക്കുള്ള ലെവൽസ് ഒന്ന് നോക്കാം. നാളെ ഫിൻനിഫ്റ്റി എക്സ്പയറി ആണ്. ഹൈലി വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. അപ്പം ഏതൊരു വ്യൂ എടുക്കുമ്പോഴും ഇപ്പം മറ്റ് 2 ഇൻഡെക്സിലും നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഫിൻനിഫ്റ്റിയുടെ മൂവ്മെൻറ്റും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് എൻ്റർ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. ഇതിൻ്റെ എക്സ്പയറിക്ക് അനുസരിച്ചുള്ള വോളറ്റിലിറ്റി മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് അപ്പിൻ്റെ സിനാരിയോ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് വരുവാണ്. അതിനുശേഷം 19,830ക്ക് മുകളിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. അതല്ല 19,780ക്കാണ് സപ്പോർട്ട് കിട്ടുന്നതെങ്കിൽ അവിടെയും ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. അന്നേരത്തെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 830, 880, 920 അങ്ങനെയാണ് ടാർഗറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി 780ലാണ് നമ്മൾ എൻട്രി എടുത്തില്ലെങ്കിൽ 830 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ സിനാരിയോ പറയാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ തന്നതിന് ശേഷം 19,745 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയ ടാർഗറ്റ് വേണ്ടി മാത്രം, വളരെ ചെറിയ ക്വാണ്ടിറ്റി. ഫർദർ ആഡപ്പ് നടക്കുന്നത് 780ക്ക് ശേഷമായിരിക്കും. അതെങ്ങനെയാണ് ആഡപ്പ് ചെയ്യുന്നത്? ഒരു 2-3 ക്യാൻഡിൽ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് ഹോൾഡ് ഓൺ ചെയ്യണം, എന്നെങ്കിൽ ആഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
പിന്നെ ഫ്ലാറ്റ് ഓപ്പൺ തന്നിട്ട് 700 താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് ലെവൽ 675 ആണ്. പക്ഷേ 700 എന്ന് പറയുന്ന ലെവലിൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി നമുക്ക് ഇട്ടേക്കാം. കാര്യം ഈ 700 ചിലപ്പം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊടുന്നനെ മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇവിടെ രണ്ട് റീസണാണുള്ളത്. 700 ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഒന്ന് വന്നു, മാത്രമല്ല സൈക്കോളജിക്കൽ ലെവലും കൂടിയാണ്. അപ്പം ഒരു പൊടുന്നനെ ഒരു പാനിക് സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാനിക് ആക്ടിവിറ്റി വരികയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ മൊമെൻറ്റം കുറച്ച് വലുതായിരിക്കും. പിന്നീട് റീടെസ്റ്റ് കിട്ടി സാവകാശം പിന്നെ വരത്തുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉണ്ടാകുന്നത് വലിയ മൊമെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളിവിടെ 700 താഴെ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാവുന്നതാണ്, ഷോർട്ട് എൻട്രി. അപ്പം അതിനുശേഷം പിന്നെ ആഡപ്പ് ചെയ്യാൻ പറ്റുന്ന ലെവൽ 675. എക്സാക്ട് ലെവൽ ഇവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റുന്നത് 675 താഴെ ക്ലോസ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ്. പക്ഷേ ഈ ഒരു സൈക്കോളജിക്കൽ ലെവലും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 700 താഴെ ക്ലോസ് വെച്ച് എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അഗൈൻ ഒരു ഗ്യാപ് ഡൗണിൻ്റെ സിനാരിയോ പറയുകയാണ്. ഗ്യാപ് ഡൗൺ വന്നിട്ട് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഗ്യാപ് ഡൗൺ തന്നു. 19,700 720 റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് എൻട്രി ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോർട്ട് എൻട്രി ആയിരിക്കും. അതുപോലെ തന്നെ 675 താഴെ ബ്രേക്ക് ചെയ്തിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷോർട്ട് എൻട്രി ഉണ്ട്. ഇതിപ്പം നിഫ്റ്റിക്കകത്ത് പറഞ്ഞ പോലെ തന്നെ 30 to 40 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഫിനിഫ്റ്റിക്കകത്ത് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ അണ്ടർലൈൻ അസറ്റിനകത്ത്. ഫിനിഫ്റ്റി ലിക്വിഡിറ്റി വളരെ കുറവാണ്, പലരും ട്രേഡ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് കുറേ നാളായിട്ട് ഇപ്പം ഫിനിഫ്റ്റിക്കകത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എക്സ്പയറി ഡേയ്സിലൊക്കെ തന്നെയും ഫിനിഫ്റ്റിക്കകത്ത് 0 to hero ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ 0 to hero ഒരു കൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആഫ്റ്റർനൂണിൻ്റെ ഒരു 12 o'clock ഇൻ ബിറ്റ്വീൻ ആ റേഞ്ചിന് ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു ബ്രേക്ക് കിട്ടുവാണ്. 675 താഴെ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും, ഒരു 630 താഴെ ക്ലോസ് വെക്കുന്നുണ്ടോ നോക്കാനായിട്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നിട്ട് നമുക്കിവിടെ ബ്രേക്കിന് താഴേക്ക് ഒരു എൻട്രി ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാവുന്നതാണ്. 0 to hero കേസാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 830 മുകളിൽ ആ സമയത്തൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. അത് നാളത്തെ പ്രൈസ് ആക്ഷൻ കൂടി ക്ലബ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ വ്യൂ നാളേക്കുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ.